Hello aspirants, welcome to Visham IAS Academy. Now we are going to see about fiscal policy in Indian economy subject. So fiscal policy is followed by finance minister. FB deals with policies relating to revenue and expenditure of the government. അപ്പോൾ ഈ പോളിസി ഡീൽ ചെയ്യുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ആണ്. എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അപ്പോൾ വരവ് ചെലവ് കണക്കാണത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഏരിയാസ് ഓഫ് ഫിസിക്കൽ പോളിസി. പബ്ലിക് ഇൻകം, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ചിലവ്. പബ്ലിക് ഇൻകം പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് പരമായിട്ട് മെത്തേഡ്സ് ഓഫ് ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. പബ്ലിക് ഡെപ്റ്റ്, അതായത് RBIയിൽ നിന്നും ഗവൺമെൻറ് ബോറോ ചെയ്തിട്ടുള്ള മണി, അതാണ് പബ്ലിക് ഡെപ്റ്റ്. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻസ്, ദാറ്റ് ഈസ് ബഡ്ജറ്റ്. എക്കണോമിക് സ്റ്റെബിലൈസേഷൻ, അതായത് എക്കണോമീൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ സ്റ്റെബിലിറ്റി. ഫെഡറൽ ഫിനാൻസ്, ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഫെഡറൽ മീൻസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എമംഗ് ദീസ് പബ്ലിക് ഇൻകം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പബ്ലിക് ഇൻകം എന്താണെന്ന് നോക്കാം. പബ്ലിക് ഇൻകം രണ്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ദ ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആൻഡ് ബേർഡൻ ഓഫ് ദ ടാക്സ് ഈസ് ഓൺ ദ സെയിം പേഴ്സൺ. അതായത് ഒരു ഇമ്പോസിഷനും ബേർഡനും, ഒരു ടാക്സിന് ഇമ്പോസിഷൻ ആൻഡ് ബേർഡൻ, അത് രണ്ടും സെയിം പേഴ്സണിലായിരിക്കും. എക്സാമ്പിൾ ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, അതായത് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഈസ് ഓൺ സെയിം പേഴ്സൺ. അതർ വേർഡ്സിൽ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ഒരു ടാക്സ് എന്ന് പറഞ്ഞാൽ എ മോഡ് ഓഫ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മോഡാണ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇമ്പോസിഷൻ. ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇമ്പോസിഷൻ തരിക എന്ന് പറയില്ല. കാരണം അതിൻ്റെ ഒന്ന് ചെയ്തിട്ട് പോകാത്തതിൻ്റെ ഇമ്പോസിഷൻ നമ്മൾ അനുഭവിക്കുക. ഇമ്പോസിഷൻ മീൻസ് ടാക്സിങ്, ബേർഡനിങ്, ലേയിങ് ഓൺ, ഇതൊക്കെയാണ് ആ വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഈസ് ഫെൽഡ്. അതിൻ്റെ എഫക്റ്റ്, ഇപ്പം നമ്മളൊന്ന് പേ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് അത് രണ്ടും സെയിം പേഴ്സണിലായിരിക്കും. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, indirect tax means the tax is imposed on a person but the burden is shifted to another person. ഇപ്പോൾ സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ് എന്നുള്ളതൊക്കെ ടാക്സ് ഒരാൾക്കാണ് ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ബേർഡൻ വേറൊരാൾക്കാണ് വരിക. അതായത് ഇമ്പോസ്ഡ് ഓൺ പ്രൊഡ്യൂസർ ആൻഡ് പെയ്ഡ് ബൈ കൺസ്യൂമർ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ടാക്സേഷൻ. ടാക്സ് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. First, proportional tax. Same percentage of tax for all income groups. Rate of tax is considering not the income. For example, 2 lakh salary വാങ്ങിക്കുന്നവരും 8 lakh salary വാങ്ങിക്കുന്നവർക്കും സെയിം നമ്പർ ഓഫ് പെർസെൻറ്റേജ് ആയിരിക്കും ടാക്സ് ആയിട്ട് ഉണ്ടാവുക. അതാണ് പ്രൊപ്പോർഷണൽ, എല്ലാവർക്കും പ്രൊപ്പോർഷണൽ ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ്, പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പോൾ 2 lakh സാലറി വാങ്ങിക്കുന്നവർക്ക് 10%, അതുപോലെ 2 to 5 lakh സാലറി വാങ്ങിക്കുന്നവർക്ക് 20, 5 to 10, 30, അങ്ങനെ ഇൻകം കൂടുന്തോറും റേറ്റ് ഓഫ് ടാക്സും കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പ്രോഗ്രസീവ് ടാക്സ് ആണ്. അപ്പോൾ ഇത് എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇൻകം കൂടുന്തോറും ടാക്സ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നെഗറ്റീവിലോട്ട് പോകുന്നില്ല, അതൊന്നും മാത്രം ഓർത്ത് വെച്ചാൽ മതി. റീഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ഡിക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. അതാണ് റിഗ്രസീവ് ടാക്സ്. അപ്പോൾ നിങ്ങൾ ഇൻകം കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ടാക്സ് കുറവ് പേ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവിടെ വരിക. ഡീഗ്രസീവ് ടാക്സ് എന്ന് പറയുമ്പോൾ ദ ടാക്സ് റേറ്റ് ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്.
but the rate of increase in tax is not the same proportion as the rise in income. അപ്പോൾ ഇൻകം കൂടുന്തോറും ടാക്സ് റേറ്റും കൂടിക്കൊണ്ടിരിക്കും, പക്ഷേ അത് സെയിം പ്രൊപ്പോർഷനിലായിരിക്കില്ല. ഇൻകം റൈസ് ചെയ്യുന്നതിൻ്റെ അതേ റേറ്റിലായിരിക്കില്ല ടാക്സ് ഇൻക്രീസ് ആവുന്നത്. ദാറ്റ് ഈസ് ഡിഗ്രസീവ് ടാക്സ്. നെക്സ്റ്റ് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ആൻഡ് പ്ലാൻ എക്സ്പെൻഡിച്ചർ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡിഫൻസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, സബ്സിഡി, അഡ്മിനിസ്ട്രേറ്റീവ്, പ്ലാൻ എക്സ്പെൻസ്, ഇതൊക്കെയാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്ലാനും നോൺ പ്ലാനും കംസ് അണ്ടർ പബ്ലിക്. ഗവൺമെൻറ്റിന് ചിലവിലാണ് രണ്ടും വരുന്നത്. ഈ നോൺ പ്ലാൻ എന്നുള്ളത് ഡിഫൻസ്, ഇപ്പോൾ ഒരു വാർ വരുന്നു, അത് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്, അത് പ്ലാൻ ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിന് ചിലവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംസ് അണ്ടർ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്ലാനിലെ ക്യാപിറ്റൽ, നോൺ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചായിരിക്കും ക്യാപിറ്റലിനും നോൺ ക്യാപിറ്റലിനും നമ്മൾ ചിലവ് ചെയ്യുന്നത്. ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ മീൻസ് ദോസ് എക്സ്പെൻഡിച്ചേഴ്സ് വിച്ച് ഗീവ് സർട്ടൻ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ഓർ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ്. നമ്മളിത് ചിലവ് എക്സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റവന്യൂ ഇല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടും ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും ആയിരിക്കാം. ദാറ്റ് ഈസ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ ക്രിയേഷൻ ഓഫ് അസറ്റ്സ്. Assets means property. Non-expenditure does not insert creation of assets. Example of capital expenditure എന്ന് പറയുമ്പോൾ റോഡ്സ്, ബ്രിഡ്ജ്, ഹാർബേഴ്സ്, പോർട്സ്. ഇതിൽ ഈ ഇപ്പോൾ ടോൾ ഫ്രീ നമ്മളിങ്ങനെ ഹാർബേഴ്സിൽ ഇങ്ങനെ പേ ചെയ്യുന്നത്, അപ്പോൾ ഇതിന് ക്യാപിറ്റൽ കിട്ടുന്നുണ്ട് ആസ് ഇൻ ദ ഫോം ഓഫ് ടാക്സ്. നെക്സ്റ്റ് ഈസ് നോൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദറ്റ് ഈസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ഇവിടെയൊന്നും നമുക്ക് ക്യാപിറ്റൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല, വിൽ നോട്ട് ഗെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബഡ്ജറ്റ്. എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഫോർ ദ കമ്മിങ് ഇയർ. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു, ഇപ്പോൾ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു എസ്റ്റിമേറ്റ് വാങ്ങിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ഓൾറെഡി വാങ്ങിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, ഓക്കെ, അതിൻ്റെ റവന്യൂ എന്തായിരിക്കും, അതിൻ്റെ ബില്ലിംഗ് പ്രൊസീജിയർ എന്തായിരിക്കും. അപ്പോൾ ഓൾ ഓവർ ദ മണി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഒരു എസ്റ്റിമേറ്റ് രൂപത്തിൽ അവർ തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കമ്മിങ് ഇയർ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി വരുന്ന, ഇപ്പോൾ ഇത് 2020 ആണെങ്കിൽ 2021 ബഡ്ജറ്റ് നമ്മളിപ്പോൾ പറയും. അതായത് 2021 ആകുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഇത്ര രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിന് ചിലവുണ്ട്, അപ്പോൾ ഇതൊന്നും ഇത്രയും നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്കമിങ് ഇയറിൽ നമ്മളൊരു എസ്റ്റിമേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ബഡ്ജറ്റ്. ഫസ്റ്റ് ഈസ് റവന്യൂ ബഡ്ജറ്റ്. കൺസിസ്റ്റ് ഓഫ് റവന്യൂ റെസീപ്റ്റ്സ് ഓഫ് ഗവൺമെൻറ്, ഫോർ എക്സാമ്പിൾ ടാക്സ് റവന്യൂ, interest, dividends, receipts on services, fees, etc. Receipts on services means railways, airway, that related. Next is capital budget. Borrowings of the government. Okay, next is revenue expenditure does not result in creation of assets. Capital expenditure എന്ന് പറയുന്നത് results in creation of assets and investment. Revenue expenditure is straight opposite for capital expenditure, does not result in creation of assets. Surplus budget, when the revenue exceeds the expenditure. ചെലവിനേക്കാളും റവന്യൂ കൂടുകയാണെങ്കിൽ അത് സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കും. ഡെഫിസിറ്റ് ബഡ്ജറ്റ് മീൻസ് when the expenditure exceeds the revenue. Straight opposite for surplus, deficit. Both are opposite terms. Next, balanced budget, when revenue equals to expenditure, that is revenue and expenditure in a balanced form. Next, taxes of central government. Taxes of central government means corporation tax, tax imposed on corporate firms, private firms, debt duties, estate duties,
gift tax, wealth tax, taxes on capital gains. That is when we deposit 50,000 as fixed deposit, there will be 6,000 as interest. When we deposit in bank, the tax we are paying for that interest. That is tax on capital gains, import and export duties, excise duties. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ടാക്സസ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സസ് ആർ land revenue, stamp duties, tax on trade professional employment, sales tax, motor vehicle tax, entertainment tax, agricultural income tax. Next is national income. The total value of goods and services produced in a country in a financial year is known as national income. Okay, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. വേരിയസ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ദറ്റ് ഈസ് GDP. അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മീൻസ് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുൾ പ്രൊഡക്ഷനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. Money value of final goods and services produced in the domestic territory of a country during an accounting year. Okay, next net domestic product, that is NDP. GDP minus depreciation, that is തേയ്മാനം. ഡിപ്രിസിയേഷൻ്റെ മലയാളം വേർഡാണ് തേയ്മാനം. ആ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് പ്രൊഡക്റ്റ് ആയിരിക്കും. കുറേ അത് യൂസ് ചെയ്യുന്നപ്പോൾ നമ്മളൊരു സൈക്കിളിന് ടയർ വാങ്ങിക്കുക, ഫസ്റ്റ് അത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. ആഫ്റ്റർ മെനി യൂസേഴ്സ് ഇറ്റ് മേ ഗെറ്റ് ഓൾഡ് ആൻഡ് ദ ടയർ മേ ഗെറ്റ്സ് ഡിപ്രിഷിയേറ്റ്, റൈറ്റ്? അത് അങ്ങനെ ടയർ തേയാൻ വേണ്ടി തുടങ്ങും. In that manner, the value of money goes to low year by year. When we buy a product, after few years it becomes old and the value becomes low. So that value will reduce from profit. After few years, we need to replace that, is why we are reducing depreciation from GDP. അപ്പോൾ നമ്മൾ കുറച്ച് വർഷത്തിന് ശേഷം നമ്മളത് റീപ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ആ ഓൾഡ് പ്രൊഡക്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ GDPയിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ആ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ബ്രോഡർ കോൺസെപ്റ്റ് ദാൻ GDP. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ GDP ഫ്രം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധനം കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ട്, സോ ഇറ്റ് വിൽ ബി ഇൻകം. ഇമ്പോർട്ട് എന്ന് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ പേ ചെയ്യുന്നുണ്ട്, സോ അതൊരു ചിലവാണ്, ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. അപ്പം അതാണ് GNP. നെക്സ്റ്റ് ഈസ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ GDP NDP നോക്കി, ഇനി GNP NNP നോക്കണം, ദാറ്റ് ഈസ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇഫ് NDP ഈസ് GDP മൈനസ് ഡിപ്രിസിയേഷൻ, ഇൻ ദ സെയിം മാനർ NNP will be GNP minus depreciation, that is national income. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 2 methods for calculating net national product for assessing national development. That is, first one, national income at current price, national income calculated at constant price. അതായത് കോൺസ്റ്റൻറ്റ് പ്രൈസ് മീൻസ് വാല്യൂ ഓർ പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ ഇയർ. ഇനി അതിന് മുന്നേ ബേസ് ഇയർ എന്താണെന്ന് നോക്കാം. ബേസ് ഇയർ ഈസ് ദ ഇയർ ഇൻ വിച്ച് ദർ ഷുഡ് നോട്ട് എനി എക്കണോമിക് ഈവൻറ്റ് ഓർ നാച്ചുറൽ കലാമിറ്റീസ്. ഇപ്പോൾ ബേസ് ഇയർ എന്ന് പറയുന്ന സമയത്ത് ആ ഇയറിൽ ഒരു നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവില്ല, പുതിയതായിട്ടൊരു എക്കണോമിക് ഈവൻറ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊന്നും നടക്കാതെ നോർമൽ ഇയർ
without any new events is called base year. അങ്ങനെ നോക്കുന്ന സമയത്ത് 2011-12 അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്തത്. സോ അതിനെയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബേസ് ഇയർ ആയിട്ട് ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഒരു വർഷം എടുക്കുന്നു, ആ വർഷം നമ്മൾ പിക്നിക്ക് പോകുന്നില്ല, ടൂർ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിക്ക് അങ്ങനെയൊന്നും നമ്മൾ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി പണം ചിലവാക്കുന്നില്ല. നല്ലതിനും ചീത്തയ്ക്കും നമ്മൾ ഒന്നിനും പൈസ ചിലവാക്കാതെ നോർമൽ ഡേ ടു ഡേ ലൈഫിന് പോകുന്ന ആ ഒരു വർഷം നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വർഷമാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2011-12 അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ്, ഗുഡ് ഈവൻറ്റ്സ് ലൈക്ക് മാരേജസ്, ടൂർ ഈവൻറ്റ്സ് അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ അതിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ്, കോൺസ്റ്റൻറ്റ് പ്രൈസ് മീൻസ് value or price of a particular year ആണ്, and it will be more reliable when comparing to base year relating. ഇനിയിപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റഡ് ഓൺ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രൈസിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിൽ ഗീവ് എ റിയൽ പിക്ചർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത് 2011-12 ആണ്. ഇപ്പോൾ കറണ്ട് ഇയർ നമ്മൾ 2015-16 എടുത്തു എന്നിരിക്കട്ടെ. ടു ചെക്ക് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ ഈ ഇയർ എടുക്കുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ കറണ്ട് ഇയറിനെയും ബേസ് ഇയറിനെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും കോൺസ്റ്റൻറ്റ് പ്രൈസ് വരിക. ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ വാല്യൂ ബേസ് ഇയറിൽ 100 ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇയറിൽ 2015-16 400 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്തായിരിക്കും? ഈ 400-ഉം 100-ഉം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് കോൺസ്റ്റൻറ്റ് പ്രൈസിൽ വരുന്നത്. ആൻഡ് ഇനി ഒരു ഫാമിലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആസ് എൻ എക്സാമ്പിൾ, ഇപ്പോൾ ഡാഡിന് 2000, മോമിന് 2000, സണ്ണിന് 2000 എന്നൊരു സാലറി എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൂന്നാൾക്കും മോം, ഡാഡ്, സൺ ഇവർ മൂന്നാൾക്കും പിന്നെ ഒരു സൺ ഉള്ളത് അബ്രോഡിലാണ്, അവർക്ക് 500. അബ്രോഡിലെ കേസ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഡാഡ് മോം സണ്ണിന് 2000 എന്ന സാലറി കണക്കാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളത് 6000 ആണ്. കാരണം അവർ ഇൻസൈഡ് ഇന്ത്യയാണ്, അവർ അബ്രോഡിലല്ല. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് അവിടെ വരിക. അപ്പോൾ 6000. ഇനി അവർക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഡാഡിന് 1000 rupees they used, like 500 for mom, 500 for son എന്ന് ഉണ്ടായെന്നിരിക്കട്ടെ. ആ ഇയറിൽ അവർക്ക് എന്തെങ്കിലും ഈവൻസിന് വേണ്ടിയിട്ട് അവർ ഇത് യൂസ് ചെയ്തു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ആഫ്റ്റർ ഇയേഴ്സ് അവരുടെ ഇത് കുറഞ്ഞു. ഇപ്പോൾ 2000 എന്നുള്ളത് 1000 എന്നായി, 500 എന്നായി, 500 എന്നായി എന്നിരിക്കട്ടെ. അപ്പോൾ ആ എമൗണ്ട് 2000, ഇപ്പോൾ 1000 + 500 + 500 എന്നുള്ളത് 2000 എന്ന് കിട്ടി. ആ എമൗണ്ട് ആണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GDPയിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്ന സമയത്ത് ആഫ്റ്റർ ദെയർ ഓൾ യൂസസ് ദേ ഗെറ്റ് 2000 എന്നിരിക്കുകയാണെങ്കിൽ, ദെയർ എക്സ്പെൻഡിച്ചർ വാല്യൂസ് 2000 എന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ GDP മൈനസ് ഡിപ്രിസിയേഷൻ എന്നുള്ളത് 4000 എന്ന് കിട്ടും. 6000 - 2000 ഈസ് 4000. അതെന്താണ്? അതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 4000 എന്നുള്ളതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇനി അബ്രോഡിൽ ഒരു സൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഇൻകം 500 ആണ് എന്നുണ്ടെങ്കിൽ ഈ 500-നെ ഈ 4000-ൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം അതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ബിക്കോസ് അവർ സൺ അബ്രോഡിലാണ്. ഓക്കെ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളത് NDP ഈസ് 4000. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാണ്, ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ഇൻ ദ ടേംസ് ഓഫ് പ്രിലിമിനറി ആവശ്യമില്ല. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഐ ഷോ ദിസ് എക്സാമ്പിൾ. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം നെക്സ്റ്റ് ഇയറിൽ എടുക്കാം. Until then, I am signing off. Thank you.